ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഒരു 9:10 ആയിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡ്സിൽ നമ്മൾ ഈ നേരത്തൊക്കെയാണ് എനിക്കറിയാം. ഇതല്ല, ഇതിലൊന്നും നേരെ ഞാൻ 10:30 എനിക്കറിയുന്നത്. ഞാൻ ആക്ച്വലി നേരത്തെ എണീറ്റു. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുളക്കോഴി കരയുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്നുള്ള എന്താ പറയുക, എക്കോ ഫ്രണ്ട്ലി സ്ഥലമാണ്. ഇവിടെ മുള്ളമ്പന്നി വരെയുണ്ട്. അത് കാരണം പല പല സൗണ്ടുകളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. നെവർ മൈൻഡ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. എൻ്റെ പേര് മിന്നു രവി. ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, ട്രാവലൊക്കെയാണ് ഞാനിടുന്നത് കണ്ടത്. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഇനി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോക്ക്. ഇനി ചിലപ്പോൾ ഇഷ്ടമായാലോ ഏത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാൽ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്കാം. ഇനി വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇടയിൽ വന്നാലും അറിയില്ലല്ലോ. നമുക്ക് ആദ്യം പല്ലേക്കാട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെറുതെ ഉറങ്ങി കിടക്കുന്ന നമ്മളെ ലിയോനെ ഇങ്ങനെ എണിപ്പിക്കും. ഇങ്ങനെ ശല്യം ചെയ്ത് എണിപ്പിക്കും. എനിക്കിടി എത്ര ശല്യം ചെയ്തിട്ടും എനിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ലിയോ. എന്തോർക്കാടി, കുംഭകർണിയാണോ നീ? കുംഭകർണിയാണോ? കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി വെറുതെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കും. എന്നിട്ട് രാവിലെ ഞാൻ ഇരിക്കുമ്പോൾ ഈ ചൂടുവെള്ളത്തിൽ മഞ്ഞളിട്ടിട്ട് കുടിക്കാറുണ്ട് കേട്ടോ. അത് നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അത് കുടിക്കാറുണ്ട്. എന്നും കുടിക്കാറില്ല. എൻ്റെ അമ്മ എന്നോട് കുറേ നാളായി വള ഇടാനൊരു സ്റ്റാൻഡ് വാങ്ങാൻ പറയണത്. അത് വാങ്ങാണ്ടായപ്പോൾ എൻ്റെ അമ്മയുടെ ബുദ്ധിയിൽ ചെയ്ത സംഭവമാണ്. ഹാങ്ങർ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വളയിട്ട് വെച്ചു. എന്താല്ലേ, നമ്മ ഭയങ്കര ഇന്നോവേറ്റീവ് ചിന്താഗതിയുള്ള ആളാണ്. എന്താ ചെയ്യാം. എന്നോട് കുറേ പറഞ്ഞു ക്ഷമയില്ലാണ്ടായപ്പോൾ അമ്മ അവസാനം ഇങ്ങനെ ചെയ്തു. പക്ഷെ ഇത് നല്ല ഐഡിയ ആയിട്ടില്ലേ? സ്റ്റാൻഡിനേലും നല്ലത് ഇതാണ് ഞാൻ പറഞ്ഞു അമ്മേൻ്റെ അടുത്ത്. അപ്പം ഇന്ന് സൺഡേ ആണല്ലോ. സൺഡേ എന്ന് പറയുന്നത് ഞാൻ എല്ലാ സൺഡേയും നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നും ഉണ്ട് ഒരു യൂട്യൂബ് വീഡിയോ. അപ്പം ഞാനതിൻ്റെ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എഡിറ്റിങ്, തംബ്നെയിൽ, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം വരാം കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യണതൊക്കെ ഈ ഫോണിൽ തന്നെ, കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വരാം. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. അമ്മയുടെ മഹിളാ സമ്മേളന മീറ്റിങ്ങിന് ചായ വെക്കാനുള്ള ടാസ്ക് എനിക്കാണ്. സംഭവം ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ വെക്കാൻ എനിക്കറിയാം. ഈ 10-20 ആൾക്ക് വെക്കൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എന്താവോ എന്തോ. എന്തായാലും നമ്മുടെ മിഷൻ സക്സസ് ആയിട്ടുണ്ട്. ചായയൊക്കെ അടിപൊളിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോൾ അമ്മ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് മൊത്തമായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാവർക്കും ചായയും കൊടുത്തു. പിന്നെ അമ്മ നല്ല അടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിയൊക്കെ കൊടുത്തു. അടയും ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് പോരാടി ത്യാഗം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് സുശീല ഗോപാലിനെ പോലുള്ള ആളുകളൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ സുശീല ഗോപാലൻ ദിനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദിവസം ആൾക്ക് വേണ്ടി നമ്മൾ ആചരിക്കുന്നുണ്ട്. അതേപോലെ ആദിലക്ഷ്മി ആൻഡ് മാധവനുണ്ട്. മാധവൻ. എന്താണ് പിള്ളേരെ പരിപാടീസ്? ഇപ്പം നമ്മളിനി എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ? എന്ത് ചെയ്യാനാ പ്ലാൻ? മതി 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 മതി. ലാസ്റ്റ് ആ കൃഷ്ണനെ ഉടക്കിയെടുത്തിട്ടാ നീ. പിടിച്ചെടി. മതി എനിക്ക് പേടിയ കൃഷ്ണനെ ഉടക്കിയോന്ന്. അങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അത് ടി വിയിലിട്ട് കാണാറുണ്ട്. സ്വന്തം വീഡിയോ ഇട്ട് കണ്ട് ആസ്വദിക്കുന്നതിൽ പ്രത്യേകതര സ്വഭാവം. അപ്പോൾ ഞാൻ അതേ കുളിച്ചൊരുങ്ങി നമ്മളുടെ മഞ്ജിയുടെ ചേച്ചിയുടെ ഉണ്ണിനെ കാണാൻ പോവാണ്, ഞാനും ശ്രേയും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് ശ്രേയുടെ വീട്ടിൽ പോവാം. എന്നെ കാണാൻ ഇപ്പോൾ ഒരു 10-30 വയസ്സ് പോലെ ഉണ്ടല്ലേ? കുഴപ്പമില്ല. അതിങ്ങനെ മുടിയൊക്കെ കെട്ടിയോണ്ടാണ് ഗൈസ്. എനിക്കത്ര പ്രായമൊന്നുമില്ല. എൻ്റെ അമ്മയാണെങ്കിൽ വണ്ടി കൊണ്ടുപോയി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിട്ടാ. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് നടന്നു പോയിട്ട് വണ്ടി എടുത്തിട്ട് വേണം പോകാനായിട്ട്. കൊണ്ടുവന്നാൽ മതി എന്നെ നടത്തിക്കാനായിട്ട്. സാരില്ല, നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ ഫൈനലി വണ്ടി കിട്ടി. അങ്ങനെ നമ്മൾ ശ്രേയുടെ വീട്ടിൽ പോയി. ശ്രേയ എനിക്ക് വേണ്ടി നല്ല പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് വയർ നിറച്ച് കഴിച്ച്. പിന്നെ മഞ്ജിയുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഡ്രസ്സ് കടയിൽ പോയി. പിന്നെ നമ്മൾ വണ്ടിമേലല്ല, കാറിലാണ് പോയത്, പ്രോ ഡ്രൈവർ ശ്രേയുടെ കൂടെ. ആൻഡ് മഞ്ജിയുടെ വീട്ടിൽ പോയി ഉണ്ണീനെയൊക്കെ കണ്ടു. നമ്മൾ മഞ്ജിയുടെ കൂടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അവിടെ നിന്ന് പിന്നെ നേരെ ഞാൻ കൊടുങ്ങല്ലൂരാട്ടാ പോയത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ കൊടുങ്ങല്ലൂർ നവ്യ ബേക്കേഴ്സ് ഉണ്ട്. അവിടെ പോയിട്ട് ഒരു കേക്ക് തിന്നണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കട കണ്ടപ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ തോന്നി.
എന്നിട്ട് അവിടുന്ന് ഒരു കേക്കും പിന്നെ കുക്കീസൊക്കെ വാങ്ങി. പിന്നെ തിരിച്ച് നല്ല മഴയായിരുന്നു, ഞാൻ ഫുൾ നനഞ്ഞാ വന്നേ. ഈ കേക്കാണ് കേട്ടോ നമ്മൾ നവ്യ ബേക്കേഴ്സ് എന്ന് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മേ ബി ആ ക്രേവിങ്സോടുകൂടി കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായി. വയ്യാണ്ടായി ഗൈസ്, ഇന്ന് ഫുൾ ഓട്ടമായിരുന്നു, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ഞാൻ. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങും, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. അതൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് ആരോഗ്യമില്ല. സോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.